ഇന്ന് നമ്മുടെ കൃഷിത്തോട്ടത്തിലെ കുറച്ച് പരിപാടിയാണ്. ഇതൊക്കെ നമ്മുടെ പുത്തങ്കിരോ പരിപാടിയെല്ലാം റെഡിയായി കഴിഞ്ഞു. ഇവിടെ എല്ലാം ഒന്ന് തൂത്തുവാരി എല്ലാത്തിനും വെള്ളം ഒഴിച്ചു. ഈ നമ്മുടെ പച്ചമുളക് ചെടി ഇതിൻ്റെ ചുവട്ടിയാണ് മീനിൻ്റെ വേസ്റ്റും ഒക്കെ ഇട്ട് കൊടുക്കാം. നല്ലൊരു വളം. അത് ഇച്ചിരി മണ്ണ് നീക്കി കുഴിച്ചിട്ടാലും നല്ലതാണ്. പിന്നെ നമ്മുടെ പയറ് ചെടി കണ്ടോ, നിലത്തെ പയറ് ചെടിയാണ് ഇത്. ഇങ്ങനെ കണ്ടോ, നല്ലതായിട്ട് വന്നു. പിന്നെ പുതിയ ഗ്രോ ബാഗിനകത്ത് അതിനകത്ത് ചുമന്ന വെണ്ടയ്ക്കയും കുറ്റിപ്പയർ പടവലം ഒക്കെ പാകിയിട്ടുണ്ട് കണ്ടോ. പിന്നെ നമ്മളോട് ചോദിക്കാതെ ഓരോ സാധനങ്ങളിനകത്ത് ഇത് കണ്ടൊരു വഴുതനയൊക്കെ കിളുത്തു. എല്ലാത്തിനും ഞാൻ നല്ലതായിട്ട് വെള്ളമൊക്കെ നനച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ പയറുണ്ടായി കിടക്കുന്നുണ്ടോ, കണ്ടോ. നമ്മുടെ പച്ചപ്പയർ ഇതിനേക്കാളും നീളം വെക്കുന്നതാണ്. ഇതൊരെണ്ണം വെച്ചില്ല, പക്ഷെ വേറെയൊക്കെ കണ്ടോ നല്ലതായിട്ട് നീളമുള്ള പച്ചപ്പയറാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ വേറൊരു തരം വെള്ള കളറിൽ നീളമുള്ള ഒരു പയർ. ഇതാ പയർ കണ്ടേ, നമ്മൾ ഓലയൊക്കെ വെച്ച ചവിത്തലെല്ലാം ഇങ്ങനെ കയറ്റി വിട്ടിരിക്കുവാണ്. പിന്നെ ഇതിനകത്തൊക്കെ കുറ്റിപ്പയറെല്ലാം കിളിർത്ത് വരുവാണ്. ഇതും വേറൊരു മുളക് ചെടിയാണ്. വെള്ളക്കാന്താരിയാണ്. ഇതൊക്കെ ഇഷ്ടം പോലൊക്കെ ഇത് മണ്ട ഒടിച്ച് കളഞ്ഞപ്പം കണ്ടോ അടിപൊളിയായിട്ട് വന്നത്. വെള്ളക്കാന്താരി ഇഷ്ടം പോലെ കൊണ്ട് പച്ചമുളക് ഇല്ലാത്തപ്പോൾ ഇതാ ഞാൻ എല്ലാത്തിനും നല്ലതാണ്. ഇതിന് വെള്ളം ഒഴിച്ചില്ല, ഇതിനൊക്കെ ഇനിയിപ്പം വെള്ളം ഒഴിക്കണം. ഇത് പഴയ വഴുതന ചെടിയാണ്, ഇതിനെല്ലാം ഇനിയും വെള്ളം ഒഴിച്ചു കൊടുക്കണം. കണ്ട, അതിനെല്ലാം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. ഇതൊരു മുളക് ചെടിയാണ്. ഇതൊരു മുളക് ചെടിയാണ്. ഇത് നമ്മുടെ വെന്നാർ മെഡ്ലിയുടെ പ്ലാവ്. ഇത് നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്ത് മണ്ണൊക്കെ ഇട്ട് നല്ലതായിട്ട് നിർത്തിയിരിക്കുക. വെന്നാമിൻ്റെ സൂപ്പർ എർലി പ്ലാവ.